എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വഖഫ് ബോർഡാണല്ലോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ ചർച്ച. അതായത് 2022 തൊട്ടാണ് വഖഫ് ബോർഡ് എന്താണോ, വഖഫ് ബോർഡിൻ്റെ ആക്ടിവിറ്റി എന്താണോ നമ്മൾ ശരിക്കും അറിയുന്നത്. അതായത് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതിനു ശേഷമാണ് ഇവരുടെ പരിപാടി എന്തൊക്കെയാണ്, ഇവരെന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നും വ്യക്തമായ വിവരങ്ങൾ കിട്ടിയത് 2022 തൊട്ടാണ്. 2022 തൊട്ടാണ് വഖഫ് ബോർഡ് പല ആൾക്കാർക്കും നോട്ടീസ് അയച്ചതും ഇത് ഞങ്ങളുടെ വഖഫിൻ്റെ ഭൂമിയാണെന്നും, അതായത് ഒരുപാട് ക്ലെയിംസ് ആയിട്ട് വഖഫ് ഒരുപാട് ഭൂമിയിൽ ക്ലെയിം ഉന്നയിക്കുന്നത് 2022 തൊട്ടാണ്. നമുക്കറിയാം 2013 മൻമോഹൻ സർക്കാർ, അതായത് രണ്ടാം UPA സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഒരുപാട് ഭേദഗതി ചെയ്ത് ഈ നിയമം, വഖഫ് നിയമം ഒരുപാട്, അതായത് വഖഫ് നിയമം 1953 95 അവസാനമായി ഭേദഗതി ചെയ്തത്. അതായത് രണ്ടാം UPA സർക്കാരിൻ്റെ അവസാന കാലത്ത് ഏകദേശം 2013 ഒക്ടോബർ കാലഘട്ടത്തിൽ പാർലമെൻറ്റ് വർഷകാല സമ്മേളനത്തിലാണ് ഒരുപാട് ഭേദഗതികൾ കൂട്ടിച്ചേർത്ത് ഈ ബില്ല് പാസ്സാക്കിയത്. ഒരുപാട് ഭേദഗതികൾ അന്ന് എഴുതി ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫിന് അനുകൂലമായ ഒരുപാട് കാര്യങ്ങളാണ് അന്ന് എഴുതി ചേർത്തത്. അതായത് അന്ന് പാർലമെൻറ്റിൽ BJP ഒരു വൻ ശക്തിയായിരുന്നില്ല. ഇരു ചെവികൾ അറിയാതെ, അതായത് പല ആൾക്കാരെയും പല CPM പോലും കൂട്ടുപിടിച്ചാണ് ഈ ബില്ല് കോൺഗ്രസ് പാസ്സാക്കിയെടുത്തത്. അതായത് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് പല ബില്ലുകളും പാസ്സാക്കുന്നത് ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചാണ് പല ബില്ലുകളും പാസ്സാക്കിയത്. നമുക്കറിയാം നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് കർഷക സമരവും പൗരത്വ ഭേദഗതി ബില്ലൊക്കെ BJP ഗവൺമെൻറ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരുന്നു. പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷമാണ് പാർലമെൻറ്റിൽ ചർച്ച നടത്തിയത്. പല മാധ്യമങ്ങൾക്കും ഒരുപാട് നാൾ മാധ്യമങ്ങൾക്കത് ചർച്ച ചെയ്യാനും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ നരേന്ദ്രമോദി ഒരുക്കിയിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് ബില്ല് ഇരു ചെവികൾ അറിയാതെ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുത്തു. അതായത് വഖഫിന് അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്തതിന് ശേഷമാണ് ആ ബില്ല് പാസ്സാക്കിയത്. ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് 2013 അവസാനമായിട്ട് ഭേദഗതി ചെയ്തത്. വഖഫിന് ഒരുപാട് അനുകൂലമായ കാര്യങ്ങൾ എഴുതി ചേർത്തതിന് ശേഷമാണ് ആ ബില്ല് പാസ്സാക്കി നമ്മൾ സംസാരിച്ചു. അപ്പോൾ എന്നിട്ടും 2022 വരെ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ വഖഫ് എടുക്കാൻ തുടങ്ങിയത് 2022 എന്തുകൊണ്ട് ഇത്രയും കാലം വഖഫ് മിണ്ടാതിരുന്നു? അതാണ് ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഈ വഖഫ് ടീം, അതായത് വഖഫ് ടീം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ഇവർ ചിന്തിച്ചത് 2014 ഒരു കോൺഗ്രസിൻ്റെ സഖ്യ സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ച് നരേന്ദ്രമോദി സർക്കാർ ഒന്നാം NDA സർക്കാർ അധികാരത്തിൽ വന്നു. പക്ഷേ 2014 ഈ വഖഫിൻ്റെ ടീം, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വിചാരിച്ചത് ഇത് ചക്ക വീണ് മുയൽ ചത്തതാണ്, ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്, 2019 വീണ്ടും കോൺഗ്രസിൽ അധികാരത്തിൽ വരും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ പൂർവാധികം ശക്തിയോടെ നരേന്ദ്രമോദി 2019 അധികാരത്തിൽ വന്നു. പക്ഷേ 2018 അവസാനത്തിൽ തന്നെ നരേന്ദ്രമോദി സർക്കാർ ഈ വഖഫിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുമായിരുന്നു. ഇവരുടെ ആക്ടിവിറ്റീസും എല്ലാം രഹസ്യമായി നിരീക്ഷിച്ച് എല്ലാ ഡാറ്റകളും BJP കളക്ട് ചെയ്തിരുന്നു. അതായത് BJP അന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് 2019 ഭരണം കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ ഉപകാരപ്പെടും എന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ അവർ ശേഖരിച്ചു വെച്ചത്. പക്ഷേ BJP പോലും ഞെട്ടിച്ചാണ് 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നത്. 2019 നരേന്ദ്രമോദി സർക്കാർ തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ, മുൻ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഈ വഖഫിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ ഒരു കമ്മിറ്റി, അതായത് ഒഫീഷ്യലല്ല അൺഒഫീഷ്യലി BJPക്കുള്ളിൽ തന്നെ ഒരു ടീമിനെ നിയോഗിച്ചു. വഖഫിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനും അവരുടെ ട്രാൻസാക്ഷൻ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ നിയോഗിച്ചു. 2019 ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോൾ തന്നെ 2020 തുടക്കത്തിൽ തന്നെ BJP ഈ വഖഫിൻ്റെ ഫുൾ ആക്ടിവിറ്റീസിനെ ട്രാക്ക് ചെയ്തിരുന്നു. അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിരുന്നു. അന്ന് BJP തീരുമാനിച്ചു, നരേന്ദ്രമോദിയും അമിത്ഷാക്ക് തീരുമാനിച്ചു, ഇത് ഭേദഗതി ചെയ്യണം, ഇത് ഇന്ത്യക്കെതിരെയാണ്, ഇതൊരു ആൻറ്റി ഇന്ത്യ മൂവ്മെൻ്റ് ആണ് എന്ന് BJP അന്ന് ഡിസൈഡ് ചെയ്തു. അതായത് 2020 ഒരു നവംബർ മാസത്തിലാണ് BJP ഇത് ഭേദഗതി ചെയ്യണമെന്ന് ഏകദേശം ഒരു തീരുമാനത്തിലെത്തുന്നത്. അത് അത്ര വരെ BJP കളക്ട് ചെയ്ത ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇത് അതിഭീകരമാണ്. ഇവർ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിഭീകരമാണ്. അതുകൊണ്ടാണ് BJP തീരുമാനിച്ചത് വഖഫിന് ഈ നിയമം എന്തായാലും ഭേദഗതി ചെയ്യണം, ജനങ്ങൾക്കിതെതിരാണ്, ഇത് ഭാവിയിൽ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ഇന്ത്യ ഒരു സിറിയ അഫ്ഗാനിസ്ഥാൻ പോലെ ആവാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടിട്ടാണ് BJP ഒരു പഴം മുന്നേറിഞ്ഞത്. അതായത് അന്ന് തീവ്ര
തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വിവരം കിട്ടി, വഖഫ് നിയമം എന്തായാലും BJP സർക്കാർ പൊളിച്ചെഴുതും എന്നൊരു വിവരം അവർക്ക് കിട്ടിയിരുന്നു 2020 അവസാനത്തിൽ. മധ്യത്തിലല്ല, 2021 ഒരു അവസാനം ഒക്ടോബർ നവംബർ മാസക്കാലത്തിൽ വഖഫ് എല്ലാവർക്കും നോട്ടീസ് അയക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി BJP സർക്കാർ ഇത് ഭേദഗതി ചെയ്യും. 2021 ലാസ്റ്റ് ആകുമ്പോൾ അവർക്ക് മനസ്സിലായി 2024 BJP സർക്കാരിനെ അധികാരത്തിൽ വരുന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ധൃതി പിടിച്ച് അവർക്ക് മനസ്സിലായി എന്തായാലും BJP സർക്കാർ ഇത് ഭേദഗതി ചെയ്യും. അതുകൊണ്ട് ധൃതി പിടിച്ച് വഖഫ് ബോർഡ് എല്ലാവർക്കും നോട്ടീസ് അയക്കാൻ തുടങ്ങി. 2021 അവസാനം 2022 തൊട്ടാണ് ഇന്ത്യയിൽ വഖഫ് ശരിക്കും ചർച്ചയാവുന്നത്. എന്തിന് രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പോലും അവർ വഖഫിൻ്റെ അധീനതയിലാണെന്ന് വന്നപ്പോഴാണ് ചർച്ച പുരോഗമിച്ചത്. അന്ന് തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് ഭയങ്കരമായിട്ട് ചർച്ച വന്നിരുന്നു. ഈ വഖഫിൻ്റെ കാര്യങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചർച്ചയായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യ ഒട്ടുക്ക്, അതായത് ഇപ്പോൾ അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. കേരള, കർണാടക, തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ നോട്ടീസുകളും അയക്കുന്നത്. അപ്പോൾ ഇത്ര കാലം മിണ്ടാതിരുന്നത്, ഇത്രയും കിരാതമായൊരു നിയമം 2013 പാസ്സാക്കിയിട്ട് മിണ്ടാതിരുന്നതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരും. എന്തുകൊണ്ട് 2022 വരെ വഖഫ് മിണ്ടാതിരുന്നു? അവർക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല, ഇനി ഇന്ത്യയിൽ കോൺഗ്രസ് സർക്കാർ വരാൻ പോകുന്നില്ല. നമുക്കറിയാം കോൺഗ്രസ് സർക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അടിമപ്പണി ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് സർക്കാർ. ഇത് കോൺഗ്രസ് മാത്രമല്ല, BJP ഒഴികെ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി BJP സ്വാധീനിക്കാൻ പറ്റില്ല. അതായത് ഇവർക്ക് വേണ്ടപ്പെട്ട പാർട്ടികളായ കോൺഗ്രസും ഇന്ത്യയിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഇനി ഇന്ത്യയിൽ ഭരണത്തിൽ വരാൻ പോകുന്നില്ല. BJP ഈ ബില്ലിൽ, അതായത് 2013 പാസ്സാക്കിയ ബില്ലിൽ ഒരുപാട് ഭേദഗതി കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരെന്തായാലും നരേന്ദ്രമോദി, അമിത്ഷായും എന്തായാലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് 2021 അവസാനത്തിലും 2022 തൊട്ടിലും അവരും എല്ലാ ആൾക്കാർക്കും നോട്ടീസ് അയക്കാൻ, അതായത് ഇത് നമ്മുടെ വഖഫ് ഭൂമിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി. അതായത് അവർക്ക് മനസ്സിലായി പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് പുതിയ പാർലമെൻറ്റിൽ പുതിയ വഖഫ് ഭേദഗതി നിയമം വന്നു കഴിഞ്ഞാൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് അവർ കുറച്ച് റവന്യൂ രേഖകളും കുറച്ച് ലീഗൽ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ, അതായത് പല ആൾക്കാർക്കും വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ്. ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെക്കുന്നത് ഈ വഖഫാണ്. അതായത് ഈ 2023 കേന്ദ്ര സർക്കാർ വഖഫിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അതായത് അവരുടെ വരുമാന രേഖകൾ ഹാജരാക്കാനുള്ള ഒരു നോട്ടീസ് അയച്ചിരുന്നു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞു നടന്നത്, അതിന് മുന്നേ നോട്ടീസ് കിട്ടുന്നതിന് മുന്നേ അവർ പറഞ്ഞത് വഖഫിനുള്ള വരുമാനം 100 കോടിയാണ്. പക്ഷേ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞത് അത് 200 കോടിയാണ് അവർ വരുമാനം, ഒരു വർഷത്തെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞു. പക്ഷേ കണക്കുകൾ അങ്ങനെയല്ല. ശരിക്കും 12,000 തൊട്ട് 15,000 കോടി വരെയാണ് വഖഫിൻ്റെ ഒരു ആനുവൽ ഒരു വരുമാനം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ശരിക്കും കേന്ദ്ര സർക്കാരിന് ഒരു അനാസ്ഥയല്ലേ? ഇത്രയും, അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന ഒരാൾ ഒരു 50,000-60,000 രൂപ മാസം സാലറി വാങ്ങുന്ന കഷ്ടപ്പെട്ട് ടാക്സ് അടച്ച് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത്. എന്നിട്ടും ഇത്രയും 12,000-15,000 കോടി എടുത്ത് വരുമാനം കിട്ടുന്ന വഖഫിനെ എന്തുകൊണ്ട് അവർ അതിന് നിരീക്ഷിച്ചില്ല? അതിന് വ്യക്തമായ ടാക്സ് സിസ്റ്റം കൊണ്ടുവരുന്നില്ല, അവർക്ക് ടാക്സ് ഇമ്പോസ് ചെയ്തില്ല എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനാസ്ഥനെ. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ നോട്ടീസ് കിട്ടിയതിന് ശേഷമാണ് അവർ 100 കോടി എന്ന് പറഞ്ഞ് 200 കോടിയൊക്കെ. പക്ഷേ 15,000 കോടിയുടെ 12,000 തൊട്ട് 15,000 കോടി വരെ ആസ്തിയുണ്ട്. ഇത്തരം പണങ്ങളാണ്, ഈ പണമാണ് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം പൗരത്വ ഭേദഗതി ബിൽ ഒക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ കോടികളാണ് അവർ ഒഴുകിയത്. ഷഹീൻ ബാഗിലൊക്കെ മാസങ്ങളോളം റോഡുകൾ വരെ തടസ്സപ്പെടുത്തിയവർ സമരം നടത്തിയത്. അന്ന് നമുക്കറിയാം പല സെലിബ്രിറ്റികളെ പോലും അവർ കൊണ്ടുവന്നു. അതായത് JNU ദീപിക പദുക്കോണിന് പോലും കോടികൾ കൊടുത്തു കൊണ്ടുവന്നു. അതിൻ്റെ പണങ്ങളൊക്കെ എവിടുന്ന് വന്നത്? വഖഫിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളാണ് അതിലോട്ട് വന്നത്. നമുക്കറിയാം ഇത്തരം പൈസകൾ, അതായത് തീവ്രവാദ ഫണ്ടിങ്ങിന് ഉപയോഗിക്കുന്നു എന്നുള്ള വ്യക്തമായ സന്ദേശം BJP ഗവൺമെൻറ് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് BJP ഗവൺമെൻറ് ശക്തമായ നിലപാടുമായി അത് ഭേദഗതി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ പുതിയ ഭേദഗതിയിൽ കൊണ്ടുവരുന്നത്. പക്ഷേ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ കേരള അസംബ്ലിയിൽ കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം കമ്മ്യൂണിസ്റ്റ് നയിക്കുന്ന LDF-ഉം ഒരുമിച്ച് ഈ ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, മുനമ്പത്തൊക്കെ ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ മുനമ്പത്ത് ജനങ്ങൾക്കൊക്കെ നീതി ലഭിക്കും. ഇവർക്കെന്താ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിലയില്ലേ? അതായത് മുസ്ലിം അല്ലാത്ത ആരും ഇവർ ജീവിക്കേണ്ട എന്നാണോ ഇവരുടെ ഒരു ലൈൻ? അതായത് ഇവർക്ക് വോട്ട് ബാങ്ക് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതായത് നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വഖഫ് ഭീകരതയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ JPCയുടെ ചർച്ചയിൽ കേരളത്തിലെ MP, ആലപ്പുഴയിലെ MP KC വേണുഗോപാൽ അവിടെ പ്രസംഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വഖഫിലെ യൂസർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു
ഒരു മുസ്ലിമിന് ഒരു ഭൂമി ഒരു ബിൽഡിങ് ലീസിന് കൊടുത്തു, അല്ല റെൻറ്റിന് കൊടുത്തു, ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ ആ യൂസർക്ക് വേണമെങ്കിൽ അത് വഖഫ് ചെയ്യാം. ഭാവിയിൽ ആ ഭൂമി വഖഫിന് ക്ലെയിം ചെയ്യുക, അത് നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ നിലനിർത്തണം എന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ പ്രസംഗിച്ച ആളാണ് ഈ KC വേണുഗോപാൽ. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട സാധനമാണ് ഈ KC വേണുഗോപാൽ എന്ന് പറയുന്നത്. അപ്പോൾ 2022 വരെ മിണ്ടാതിരുന്ന വഖഫ് ബോർഡ് 2022 തൊട്ട് ധൃതി പിടിച്ച് ഇത്തരം കാര്യങ്ങൾ നോട്ടീസ് അയക്കാൻ തുടങ്ങിയതിന് പിന്നിൽ അവരുടെ വിറളിയാണ്. അവർക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അവരുടെ ഭൂമി കൊണ്ടുപോകും, അവരുടെ കൈവശമുള്ള എല്ലാ സാധനങ്ങളും പിടിച്ചെടുക്കും, എല്ലാം അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരും, എല്ലാത്തിലും ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുമെന്ന് വ്യക്തമായ സന്ദേശം കിട്ടിയിരുന്നു. അതാണ് ഈ വഖഫ് ബോർഡിനെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ വഖഫിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വേറെ വീഡിയോയിൽ കാണാം.